കെയ്റോയിൽ നാളെ നടക്കുന്ന പ്രാരംഭഘട്ട ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഈ വിത്ഡ്രോവൽ ലൈനിന്റെ കാര്യത്തിൽ സ്വാഭാവികമായും ഹമാസിന് കൺസേൺസ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഈ പദ്ധതി ഇപ്പോൾ ഭാഗികമായി മാത്രമാണല്ലോ ഹമാസ് അംഗീകരിച്ചിട്ടുള്ളത്. പകുതിയോളം കാര്യങ്ങളിൽ ചർച്ച വേണം എന്നതാണ് ഹമാസിന്റെ നിലപാട്. ആ വിഷയങ്ങൾ ഏതൊക്കെയാണ്? അതിൽ എത്രമാത്രം ഗൗരവതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടക്കും? ഈ ചർച്ച ഒരു അലസിപ്പിരിയാനൊക്കെയുള്ള സാധ്യത കാര്യമായി നാളത്തെ കൈറോ കൂടിക്കാഴ്ചയിലുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഈ 20 നിർദ്ദേശങ്ങളിൽ 6ഓളം കാര്യങ്ങളിൽ മാത്രമാണ് ഒരു വ്യക്തമായ ഒരു നിലപാടിലേക്ക് ഹമാസ് പോയിട്ടുള്ളത്. ബാക്കി വരുന്ന ഒരു 14 കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ചർച്ചകൾ നടക്കണം എന്നാണ് ഹമാസ് പറയുന്നത്. അതിലേറ്റവും പ്രധാനം ഹമാസിന്റെ നിരായുധീകരണം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് സാധ്യമാവുക? അതിൽ ഒരു നിലപാട് പ്രഖ്യാപനം അതാവാം എന്ന് ഹമാസ് പറയുന്നില്ല. അത് നടക്കണമെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടണം. ഒരു ഫലസ്തീന്റെ ഒരു ഭരണക്രമം ഉണ്ടാകണം. ആ ഭരണത്തിന് ഞങ്ങൾ ആയുധങ്ങൾ നൽകാം എന്നാണ് ഹമാസിന്റെ ഒരു നിലപാട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യുദ്ധാനന്തര ഗസയിൽ തൽക്കാലം ഒരു ഭരണക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കണം? അത് ടോണി ബ്ലെയറിനെ ഏൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്നുകൊണ്ടുള്ള ഒരു ഭരണക്രമമാകരുത്. അതിൽ ഫലസ്തീൻ ദേശീയത അടിസ്ഥാനമായിരിക്കണം. അതേപോലെ തന്നെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കണം എന്നുള്ളതാണ് ഹമാസിന്റെ നിലപാട്. അതേപോലെ തന്നെ യുദ്ധാനന്തര ഗസയുടെ പുനർനിർമ്മാണം എങ്ങനെയായിരിക്കണം? അത് അവിടെയുള്ള ജനങ്ങളെ ആട്ടിപ്പായിച്ചുകൊണ്ടാവരുത്. അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോ അദ്ദേഹത്തിന്റെ മരുമകനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ റിസോർട്ട് പണിയാവുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി ആവരുത് എന്ന് കൃത്യമായി ഹമാസ് പറയുന്നു. ഇങ്ങനെ എന്തായിരിക്കണം ഗസ എന്നുള്ളതിനുള്ള യുദ്ധാനന്തര ഗസ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് കൃത്യമായി തന്നെ ഒരു അവലോകനം, അത് കൃത്യമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായി തന്നെ വരണം എന്ന് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും അംഗീകരിക്കുമോ എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. പക്ഷേ 20 നിർദ്ദേശങ്ങളിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രം വെടിനിർത്തൽ എന്ന് പറയുകയാണെങ്കിൽ ഈ ചർച്ച സ്വാഭാവികമായും നീളാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ തന്നെ ചർച്ചയിൽ തീരുമാനങ്ങളാകുമ്പോൾ നമുക്കറിയാം പല തവണ ഖത്തറിൽ ഈ ചർച്ചകൾക്ക് വേദിയായിട്ടുണ്ട്. അപ്പോഴൊക്കെ 1-2 വിഷയങ്ങളിൽ തട്ടിയാണ് ഈ കാര്യങ്ങൾ അവസാനിക്കാറുള്ളത്. അതേപോലെ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹമാസിന് മേലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും തുർക്കിയുടെയും എല്ലാം സമ്മർദ്ദമുണ്ട്. ഈ പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കണം. പ്രത്യേകിച്ചും ഒക്ടോബർ 7 ആക്രമണത്തിന്റെ 2ാം വാർഷികം വരികയാണ്. ഈ ഘട്ടത്തിൽ മറ്റന്നാൾ അത്തരം ഒരു ഡേറ്റിൽ എത്തുമ്പോൾ ആ ഡേറ്റോട് കൂടി യുദ്ധം അവസാനിപ്പിക്കുക എന്ന തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അതിലേക്കെല്ലാം കാര്യങ്ങൾ പോകുമോ എന്നറിയണമെങ്കിൽ നമുക്കറിയാം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഗസയിലുള്ള സൈനിക നേതൃത്വവും അതേപോലെ തന്നെ ദോഹയിലുള്ള രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ആശയവിനിമയം നടക്കണം. ഈ ഗസയിലുള്ള സൈനിക നേതൃത്വം ഇതിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പാടില്ല എന്ന നിലപാടിലാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഇത്രയും കാലം 2 വർഷം നമ്മൾ പൊരുതിയത് ഈ പോരാട്ട രംഗത്ത് നിന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാനോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഫലസ്തീൻ ദേശീയതയെയും ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന ആ സങ്കല്പത്തെയും കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകരുത് എന്ന നിലപാടാണ് ഹമാസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അവഗണിക്കുന്ന, അതിനെ ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കുപോക്കിലേക്കും ഹമാസ് പോകാൻ തയ്യാറല്ല. മറുപുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധലക്ഷ്യം നേടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഹമാസിനെ നശിപ്പിക്കുക, ബന്ദികളെ സൈനികമായി തന്നെ തിരിച്ചുകൊണ്ടുവരിക, ഗസ എന്ന് പറയുന്നത് അവിടെ നിന്നും ഈ ഒരു ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുക എന്നൊക്കെ പോലെയുള്ള ലക്ഷ്യങ്ങളാണ് നെതന്യാഹു എണ്ണിയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നടപ്പിലാക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ വലിയ ജാള്യത നെതന്യാഹുവിനുണ്ടാകും. അപ്പോൾ ഈ 2 ആശയങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് സ്വാഭാവികമായും ഈ വെടിനിർത്തൽ ചർച്ചകളിൽ ഉണ്ടാകും. അതിലെങ്ങനെയാണ് അതിന്റെ മീഡിയേറ്റേഴ്സ് അതിനെ നേരിടാൻ പോകുന്നത്? അതിൽ പ്രത്യേകിച്ചും ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും? അതേപോലെ തന്നെ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ, തുർക്കിയും ഇപ്പോൾ ഇതിന്റെ ഒരു മധ്യസ്ഥ റോളിലേക്ക് വരുന്നുണ്ട്. ഈ 3 രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഹമാസിന് മേൽ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെല്ലാം ആശ്രയിച്ചിരിക്കും ഇനിയുള്ള ഈ ഒരു വെടിനിർത്തൽ ചർച്ചയുടെ ഭാവി എന്ന് പറയുന്നത്.